പുതിയ സർക്കാർ ഭരണത്തിൽ വന്നു. പക്ഷേ കാര്യങ്ങളുടെ കിടപ്പിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ തരത്തിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ മുന്നിൽ ഈ സമരവുമായിട്ട് വരാൻ ഞങ്ങളെ എല്ലാവരെയും പ്രേരിപ്പിച്ചിട്ടുള്ളത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയും ഈ ജലദൗർലഭ്യത്തിന് കാരണമായിട്ടുള്ള അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളിൽ ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. സർക്കാരിൻ്റെ മാറ്റം കഴക്കൂട്ടത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ജീവിതം ഒരു വിധത്തിലും മെച്ചപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം പുതുകുന്ന് പമ്പിംഗ് സ്റ്റേഷനിലുണ്ടായ സംഭവം. പുതുകുന്ന് പമ്പിംഗ് സ്റ്റേഷനിലെ 2 പമ്പുകളും ഒരേ സമയത്ത് തകരാറിലായി, കേടുപാട് വന്നു. ആ പമ്പിംഗ് സ്റ്റേഷനിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം തൊട്ട് നടക്കുന്നില്ല എന്നുള്ള വിവരമറിഞ്ഞ് ശനിയാഴ്ച രാവിലെ ആ പ്രദേശത്തെ കൗൺസിലർമാരുൾപ്പെടെയുള്ള ആളുകളോടൊപ്പം അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്നതാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ പമ്പിംഗ് സ്റ്റേഷനിലെ ടെക്നീഷ്യന്മാർ പറഞ്ഞത് തലേ ദിവസം വൈകുന്നേരം തൊട്ട് പമ്പിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്, കാരണം പമ്പ് തകരാറിലാണ്. ആഴ്ചയിൽ 2 ദിവസമാണ് പമ്പിംഗ് നടക്കുന്നത്. കഴക്കൂട്ടത്തെ 28 വാർഡുകളിൽ 18ഓ 19ഓ വാർഡുകളിലേക്കുള്ള വെള്ളം, ആ വെള്ളം ഈ പമ്പിംഗ് സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കുള്ള വെള്ളം അവിടെ നിന്നാണ് പോകേണ്ടത്. ടെക്നോ പാർക്കിലേക്കുള്ള വെള്ളം അവിടെ നിന്നാണ് പോകേണ്ടത്. അങ്ങനെ ആയിരക്കണക്കിനല്ല 10,000കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന പല സ്ഥാപനങ്ങളും പ്രദേശങ്ങളും അവിടത്തേക്കുള്ള വെള്ളം പോകേണ്ടത് പുതുകുന്ന് പമ്പിംഗ് സ്റ്റേഷനിൽ നിന്നാണ്. അവസാനം ഞങ്ങളവിടെ എത്തിയതിന് ശേഷം ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന പമ്പ് പ്രവർത്തനരഹിതമായതുകൊണ്ട് വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന മറ്റൊരു പമ്പ് ഉപയോഗിച്ച് ഭാഗികമായിട്ട് പമ്പിംഗ് തുടങ്ങി. പക്ഷേ ആ പമ്പ് തകരാറിലായാൽ പകരം ഒരു സംവിധാനമില്ല. മാത്രമല്ല ആ പമ്പിൻ്റെ ശേഷി വളരെ കുറവാണ്. അപ്പോൾ ഞാൻ അന്വേഷിച്ചു ഇത് നന്നാക്കാനുള്ള വഴി എന്താ. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് വരിക? ഡൽഹിക്കടുത്തുള്ള ഗാസിയാബാദിൽ നിന്നാണ് വരിക. അവർ ഫ്ലൈറ്റിലാണോ വരുന്നത് ഞാൻ അന്വേഷിച്ചു. അല്ല, തീവണ്ടിയിലാണ് വരിക എന്ന് പറഞ്ഞു. തീവണ്ടിയിൽ ടിക്കറ്റ് കിട്ടുമോ, റിസർവേഷൻ കിട്ടുമോ, ഇതൊന്നും അറിയില്ല. വളരെ ചുരുങ്ങിയ ദൂരേ ഉള്ളൂ, 2500 കിലോമീറ്റർ. 2500 കിലോമീറ്റർ ദൂരയിൽ നിന്ന് ഞാൻ ചോദിച്ചു, ഇത്ര ദൂരെ നിന്ന് ടെക്നീഷ്യൻ വരേണ്ട ആവശ്യം എന്താ? ഈ നാട്ടിലൊന്നും ടെക്നീഷ്യന്മാരില്ലേ? അല്ല, ഞങ്ങൾക്ക് പമ്പ് സപ്ലൈ ചെയ്ത കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഗാസിയാബാദിലാണ്. അതെന്താ, ഈ നാട്ടിലൊന്നും പമ്പ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരില്ലേ? അല്ല, ഈ പമ്പ് അവിടെ നിന്നാണ് വാങ്ങിയത്. എത്രയാ വില? അപ്പോൾ പറഞ്ഞു 2 ലക്ഷത്തിൻ്റെ കുറച്ച് കൂടുതൽ വരും. അങ്ങനെ 2 പമ്പും കൂടി 4 ലക്ഷം. എൻ്റെ കൂടെയുള്ള ചില ആളുകൾ ഗൂഗിളിൽ നോക്കിയിട്ട് പറഞ്ഞു ഇതൊരു 80,000 തൊട്ട് 1.25 ലക്ഷം വരെയാണ് വില വരുന്നത് ഗൂഗിളിലെ കണക്കനുസരിച്ച്. അപ്പോൾ ഈ 2-2.5 ലക്ഷമൊക്കെ വേറെ എവിടെ പോയി എന്ന് എനിക്കറിയില്ല. പമ്പിൻ്റെ വില തന്നെയാണോ, അതിനിടയിൽ വേറെ ആർക്കെങ്കിലും പോയതാണോ? 2024 ഡിസംബറിലാണ് പമ്പ് വാങ്ങുന്നത്. 25 ജൂലൈയിലാണ് പമ്പ് അവിടെ സ്ഥാപിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിൽ പമ്പ് തകരാറിലായി. 2025 ജൂലൈയിൽ സ്ഥാപിച്ച പമ്പ് സെപ്റ്റംബറിൽ തകരാറിലായി. സെപ്റ്റംബർ തൊട്ട് ഇന്നലത്തത് ഉൾപ്പെടെ 4 തവണ ഇതിനകം തകരാറിലായി. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഈ പമ്പ് സ്ഥാപിച്ച് 1 വർഷത്തിനിടയിൽ അവസാനത്തെ 9 മാസങ്ങൾക്കിടയിൽ 4 തവണ തകരാറിലായി. ഇനി ഈ പമ്പ് നന്നാക്കാൻ വേണ്ടി ഗാസിയാബാദിൽ നിന്ന് വരുന്ന ആളുകളെയും കാത്തിരിക്കുകയാണ് കഴക്കൂട്ടത്തെ ജനങ്ങൾ. ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം നഗരം ഏറ്റവും വേഗതയിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് കഴക്കൂട്ടം. ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട പ്രദേശമാണ് കഴക്കൂട്ടം. ബഹുമാന്യനായിട്ടുള്ള ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ ഞാൻ ആകർഷിച്ചിരുന്നു നിയമസഭയിൽ. അദ്ദേഹം സമ്മതിച്ചു
കഴക്കൂട്ടത്ത് രൂക്ഷമായിട്ടുള്ള ജലക്ഷാമമുണ്ട്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാം. മന്ത്രി സാറേ, അറിഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഇതിന് പരിഹാരം കണ്ടെത്താനുള്ള നടപടികളല്ലേ അടിയന്തരമായിട്ടുണ്ടാകേണ്ടത്. ഇവിടെയുള്ള കൗൺസിലർമാരും സാധാരണക്കാരുമായിട്ടുള്ള ജനങ്ങൾ, ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും, നമുക്കെല്ലാവർക്കും അറിയാം, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രൈവറ്റ് ടാങ്കറാണ്, അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ടാങ്കർ. വാട്ടർ അതോറിറ്റിയുടെ ടാങ്കർ 10,000 ലിറ്റർ അല്ലേ അർച്ചന? 10,000 ലിറ്ററിൻ്റെ ടാങ്കറേ ഉള്ളൂ. അവരുടെ കയ്യിൽ ചെറിയ ടാങ്കറില്ല. അതുകൊണ്ട് വാട്ടർ അതോറിറ്റി മെയിൻ റോഡിൽ മാത്രമേ ഓടുള്ളൂ, അകത്തെ റോഡുകളിലേക്ക് ഓടില്ല. അപ്പോൾ കഴക്കൂട്ടത്തെ 3 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ, ആ ജനങ്ങളുടെ കുടിവെള്ളം, ആ കുടിവെള്ളം മുട്ടിക്കുന്ന സമീപനത്തിനെതിരായിട്ട് ഇവിടെ ഇരിക്കുന്ന ഇതിൻ്റെ മേലാളന്മാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഈ സമരവുമായിട്ട് വന്നിരിക്കുന്നത്. ഇത്രയും ദിവസം കഴക്കൂട്ടത്ത് സമരം ചെയ്തുകൊണ്ട് ഇവരുടെ കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ ഇവരുടെ കൺമുന്നിൽ നേരിട്ട് വന്ന് ഈ പ്രതിഷേധം രേഖപ്പെടുത്തണം എന്ന് തീരുമാനിച്ചിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഈ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള വിഷയം, ആ വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാടെന്താ? സർക്കാർ ഇപ്പോഴും പിണറായിയുടെ അതേ ശൈലിയിലാണ്. പ്രഖ്യാപനങ്ങൾ, ഉദ്ഘാടനങ്ങൾ. കഴിഞ്ഞ ദിവസം 50 ദിവസം വിസ്മയ ദിനങ്ങൾ ആഘോഷിക്കുന്നത് കണ്ടു വി ഡി സതീശൻ. മെഡിക്കൽ കോളേജിൽ കെ മുരളീധരൻ ഒരു പുതിയ വലിയ ബോർഡ് വെച്ചിട്ട് അവിടെ ഉദ്ഘാടനം ചെയ്തു. 50 വിസ്മയ ദിനങ്ങൾ. ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാത്ത ആൾക്കാരാണോ 50 വിസ്മയ ദിനങ്ങൾ നടത്തുന്നത്? ഞങ്ങൾ ഈ വിസ്മയ ദിനം ആഘോഷിച്ചതിൻ്റെ തലേ ദിവസം മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലം മെഡിക്കൽ കോളേജിലെ OP ബ്ലോക്കാണ്. ആ OP ബ്ലോക്കിലെ 3 നിലയിലും പോയിട്ട് ഒരു നിലയിൽ അവിടെ വെള്ളം കൊടുക്കാനുള്ള ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്, അതിൽ വെള്ളമില്ല. ബാക്കിയുള്ള 2 നിലയിൽ വലിയ ജാറ് വെച്ചിട്ടുണ്ട്, ജാറിൽ വെള്ളമില്ല. ജാറിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, മെഡിക്കൽ കോളേജിൽ വരുന്ന പലതരം അസുഖങ്ങളുള്ള ആളുകൾ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണോ ഈ ശുദ്ധജലം കുടിക്കേണ്ടത്? അസുഖമില്ലാത്തവനും കൂടി അസുഖമാവുന്ന സാഹചര്യം, ആ സാഹചര്യമല്ലേ ഉണ്ടാവുക? അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് പരിഹാരമില്ല. ഞാൻ ചോദിച്ചു, ഈ ഹൗസ് കീപ്പിങ്ങിൻ്റെ ഏർപ്പാട് നോക്കുന്ന ആളുകൾ എല്ലാ ദിവസവും രാവിലെ ഇതിൽ വെള്ളമുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? പരിശോധിക്കാനുള്ള സംവിധാനമുണ്ടോ? ഇല്ല. പക്ഷേ മന്ത്രിക്ക് വിസ്മയ ദിനം ആഘോഷിച്ചേ പറ്റൂ. 50 ദിവസത്തെ വിസ്മയം. കാരണം പിണറായി വിജയൻ നടത്തിയ ഒരു പാരമ്പര്യം, അത് തുടരുകയാണ് സതീശനും. പിണറായി വിജയൻ പാറ പൊട്ടിച്ച് ഈ നാട്ടിൽ അപകടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിച്ച മുഖ്യമന്ത്രിയാണ്. മേപ്പാടിയിലെ കാര്യം നമ്മൾ കണ്ടതാ. ഈ രാജ്യത്ത് ഇതുവരെ ഒരു മുഖ്യമന്ത്രി നേരിട്ട് പാറ പൊട്ടിക്കാൻ പോയിട്ടുണ്ടാവില്ല. മുഖ്യമന്ത്രി പാറ പൊട്ടിക്കാൻ പോയി, എന്നിട്ട് പറഞ്ഞു കേരളത്തിൽ ഇതാ പുതിയ വികസനത്തിൻ്റെ പുതിയ പുത്തൻ കുതിപ്പ് വരികയാണ്. അവസാനം എന്താ സംഭവിച്ചത്? 7 പേർ അവിടെ ജീവൻ നഷ്ടപ്പെട്ടു. മേപ്പാടിയിലെ ദുരന്തം, ആ ദുരന്തമുണ്ടാക്കിയത് കഴിഞ്ഞ സർക്കാരാണ്. ആ സർക്കാരിൻ്റെ വികലമായിട്ടുള്ള നയങ്ങളാണ്. ഈ സർക്കാർ വന്നതിന് ശേഷം അത് നിർത്തിവെച്ചോ? ഇല്ല. അപ്പോൾ സതീശൻ പിണറായിയുടെ വഴി, ആ വഴി പിന്തുടർന്നുകൊണ്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഉദ്ഘാടനങ്ങളുടെ മാമാങ്കങ്ങളല്ല, പ്രഖ്യാപനങ്ങളല്ല വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് കുടിവെള്ളമാണ്. ഞങ്ങൾ കുടിവെള്ളമാണ് ചോദിക്കുന്നത്, ബക്കാടിയല്ല. കഴക്കൂട്ടത്തെ ജനങ്ങൾക്ക് ബക്കാടി വേണ്ട, ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടിയാൽ മതി. ബക്കാടിക്ക് വേണ്ടിയിട്ട് നികുതി കുറക്കാൻ, ബക്കാടിക്ക് വരാൻ വേണ്ടിയിട്ട് നിയമമുണ്ടാക്കാൻ, ബക്കാടിക്ക് വേണ്ടിയിട്ട് നിയമസഭയിൽ അതിനു വേണ്ടിയിട്ട് നിയമം കൊണ്ടുവന്നതിന് ശേഷം ഇനി മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. കുടിവെള്ളത്തിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. ബക്കാടിക്ക് വേണ്ടിയിട്ട് നിയമസഭയിൽ എത്ര നേരമാണ് ഈ ചർച്ച നടന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കഴക്കൂട്ടത്തെ ജനങ്ങൾക്ക് കുടിവെള്ളമാണ് വേണ്ടത്. ആ കുടിവെള്ളം തരാൻ കഴിയുന്ന ജലസ്രോതസ്സുകളുടെ സ്ഥിതി എന്താ? ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം തെറ്റിയാർ കാണാൻ പോയി. തോടേതാ ചളി ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് തെറ്റിയാർ. കഴിഞ്ഞ MLA അദ്ദേഹം പറഞ്ഞത് തെറ്റിയാറിൽ തെളിനീരൊഴുക്കും, തെറ്റിയാറിൽ തെളിനീരൊഴുക്കും, തെളിനീരൊഴുകുന്ന നവകേരളം ഉണ്ടാവും. അവിടെ ഞാൻ ചെന്നപ്പോൾ ചളി ഏതാ,
നദി ഏതാ തോടേതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇതാണ് കഴക്കൂട്ടത്തെ സ്ഥിതി. അതുകൊണ്ട് ഈ സാഹചര്യം നിയമസഭയിൽ പറഞ്ഞു. നിയമസഭയിൽ പറഞ്ഞപ്പോൾ മന്ത്രി സമ്മതിച്ചു. മന്ത്രി സമ്മതിച്ചതിന് ശേഷം ഇപ്പോൾ ദിവസം 10 ദിവസം കഴിഞ്ഞു. ഈ ഗാസിയാബാദിൽ നിന്ന് ടെക്നീഷ്യൻ വരുന്ന സാഹചര്യം ഒഴിവാക്കി. കാരണം അവിടുത്തെ ഇപ്പം മോണോ പമ്പാണ് വർക്ക് ചെയ്യുന്നത്. 2 പമ്പുകൾ വെള്ളത്തിലുള്ള സബ്മേഴ്സിബിൾ പമ്പ്, ആ പമ്പ് പ്രവർത്തനരഹിതമായിട്ട് വെള്ളിയാഴ്ച തുടങ്ങി ഇന്ന് 4-ാം ദിവസമാണ്. അവിടെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയാണ്, ആഴ്ചയിൽ 2 ദിവസമാണ് പമ്പ് ചെയ്യുന്നത്. ഈ 2 ദിവസത്തെ പമ്പിങ്, ആദ്യത്തെ ദിവസം 24 മണിക്കൂറിൽ 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് മോണോ പമ്പ് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇനി ചൊവ്വാഴ്ചത്തെ പമ്പിങ് നാളെ തുടങ്ങുമ്പോൾ ഈ മോണോ പമ്പ് തകരാറിലായി എന്നിരിക്കട്ടെ, അടുത്ത ദിവസങ്ങൾ കുടിവെള്ളത്തിന് നെട്ടോട്ടമോടുന്ന സാഹചര്യം, ആ സാഹചര്യമാണ് കഴക്കൂട്ടത്ത് വരാൻ പോകുന്നത്. അതുകൊണ്ട് സർക്കാർ കണ്ണു തുറക്കണം. ഈ ജല അതോറിറ്റിയിലുള്ള മേലുദ്യോഗസ്ഥന്മാരായിട്ടുള്ള വലിയ ഉദ്യോഗസ്ഥന്മാർ അവർ കണ്ണു തുറക്കണം. കഴക്കൂട്ടത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം, ദാഹജലം നൽകാനുള്ള നടപടി ഉണ്ടാകണം. ആ നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ഇന്നിപ്പോൾ കഴക്കൂട്ടത്തു നിന്ന് കുറച്ച് ആളുകൾ ഇവിടെ വന്ന് ഈ സമരം ഇവിടെ ഇത്രയേ പോലീസുകാരുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അത്രയും ആൾക്കാർ വന്നാൽ മതി എന്നും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ അത്രയും പേരെ വന്നിട്ടുള്ളൂ. ഞങ്ങളിത് പരിഹാരമില്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് ബാക്കി ആൾക്കാരെയും കൂടി വിളിക്കേണ്ടി വരും. കുടിവെള്ളം കിട്ടാത്ത ആൾക്കാർ ധാരാളം പേരുണ്ട്, അവരെല്ലാവരെയും ഞങ്ങളിവിടെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ സമരം ഇതൊരു സൂചന മാത്രം. ഇത് ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയുടെ ചുമതല നോക്കുന്ന ബഹുമാന്യനായിട്ടുള്ള മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധയിൽ ഈ വിഷയം എത്തിക്കാൻ വേണ്ടി മാത്രമാണ് സമരം. അതുകൊണ്ട് ഞങ്ങളൊരു പ്രതിഷേധ സമരം എന്നുള്ള നിലയിൽ ഈ വിഷയത്തിൽ അടിയന്തരമായിട്ടുള്ള പരിഹാരമുണ്ടാകണം. ഈ പമ്പിൻ്റെ കേടുപാടുകൾ തീർത്ത് അടിയന്തരമായി അത് പ്രവർത്തനക്ഷമമാക്കണം. കഴക്കൂട്ടത്തോട് നിരന്തരമായിട്ട് കാണിക്കുന്ന അവഗണന, ഞങ്ങൾ അടുത്ത സമരത്തിന് അവിടെ ആൾക്കാർ ആവശ്യപ്പെട്ടു തുടങ്ങി. കാരണം ശ്രീകാര്യത്തെ ഗതാഗത കുരുക്ക്, ശ്രീകാര്യത്തെ പാലം നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി 2025 ജനുവരി മാസം പണി ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞത് 18 മാസം കൊണ്ട് ഈ പണി പൂർത്തിയാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അന്വേഷിച്ച് പറഞ്ഞത് മേൽപ്പാലത്തിൻ്റെ ഡ്രോയിങ് അടക്കം പൂർത്തിയായിട്ടില്ല. ഈ സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ ഏതാണ്ട് 14 മാസങ്ങൾക്ക് ശേഷവും ഡ്രോയിങ് പൂർത്തിയായിട്ടില്ല. മേൽപ്പാലത്തിൻ്റെ സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ പണിയാണ് ഇപ്പം നടക്കുന്നത്. അടുത്ത സമരം അവിടെ ആളുകൾ ആവശ്യപ്പെടുകയാണ്. കോൺഗ്രസ്സുകാർ അവിടെ സമരം നടത്തി, ആർക്കെതിരായ അവർ സമരം നടത്തുന്ന അറിയില്ല. നരേന്ദ്രമോദിയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള ധാരണയിലാണോ അവർ സമരം നടത്തുന്നതെന്ന് എനിക്കറിയില്ല. കോൺഗ്രസ്സുകാർ ഈ ജനങ്ങളെ കബളിപ്പിക്കുന്ന പരിപാടികൾ അവസാനിപ്പിച്ച്, ഉദ്ഘാടന മാമാങ്കങ്ങൾ അവസാനിപ്പിച്ച്, ജനങ്ങൾ നേരിടുന്ന അടിയന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നടപടികളെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. जय बोलो भारत माता की जय, भारत माता की जय।